ഇതിനകത്ത് ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമവായത്തിന്റെ ചർച്ച നടക്കുകയാണ്, ഇത് ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ്, അത് പരിപൂർണമായിട്ടും തെറ്റാണ് എന്ന് സാന്ദ്ര തോമസ് ന്യൂസ് 8 പ്രതികരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോളിക്ക്. ഡാനി, നേരത്തെ തന്നെ ഇവര് സാന്ദ്ര അടക്കം വന്നതുകൊണ്ടാണ് സാന്ദ്രയിലേക്ക് കടന്നത്. കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചയുടെ സ്കോപ്പ് തന്നെ പരിപൂർണമായിട്ടും സാന്ദ്ര തള്ളുന്നു. ഇനി ഈ കേസിന്റെ വ്യാപ്തി, ആൻഡോ ജോസഫ് അടക്കമുള്ളവരെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസ്, അത് ഒത്തുതീർപ്പാക്കാൻ ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ അതിന് വഴങ്ങുകയില്ല എന്ന് സാന്ദ്ര പറഞ്ഞ സാഹചര്യത്തിൽ അത് ബി ഉണ്ണികൃഷ്ണനെ പോലെ ഒരു ചലച്ചിത്ര പ്രമുഖനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അപർണ, ഈ കേസിന്റെ മെറിറ്റ് അതനുസരിച്ച് തന്നെയായിരിക്കും അത് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഇങ്ങനെ സാന്ദ്ര തോമസ് അവരുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ഇത് തനിക്ക് ഏറ്റ ഒരു അപമാനം തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു എന്നതെല്ലാം തന്നെയാണ് ഇതിൽ അത് സൂചനകളുള്ളത്. അവർ പരസ്യമായിട്ട് പലയിടങ്ങളിൽ വെച്ച് അപമാനിക്കപ്പെട്ടു എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും നേരത്തെ നൽകിയ തന്റെ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുണ്ട്. അവരുടെ തന്നെ ഒരു പരാതിയിൽ ആൻഡോ ജോസഫിനെതിരെ അടക്കമുള്ളവർക്കെതിരെ പരാതി നിലവിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോലീസിന് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാതെ മറ്റു വഴികളില്ല എന്നത് തന്നെയാണ്. അത് തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ ഒച്ചപ്പാടില്ലാതെ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് തെല്ലിടം ഒന്ന് മാറിപ്പോകുന്ന മലയാള സിനിമയിലേക്ക് വീണ്ടും അത്തരം ഒരു സന്ദർഭങ്ങളിലേക്ക് തന്നെയായിരിക്കും എത്തിക്കുക. പോലീസിന് ഇതിന് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നടപടികളും മറ്റുമായിട്ട് തന്നെ പോവുള്ളൂ. തീർച്ചയായും ബി ഉണ്ണികൃഷ്ണനിൽ കൃത്യമായ രീതിയിലുള്ള മറുപടിയും കാര്യങ്ങളും പറയേണ്ടി വരും എന്നത് തന്നെയാണ്. സാന്ദ്ര പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നത് യാതൊരു സംശയവുമില്ല, പോലീസിന്റെ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതിൽ മറ്റ് ചർച്ചകൾക്ക് ഒരിടമില്ല എന്ന് ഇപ്പോൾ നമുക്ക് സാന്ദ്ര തോമസിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ഡാനി, അങ്ങനെ ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുകയില്ല സാന്ദ്ര എന്നുള്ള അത് മറ്റ് മാധ്യമങ്ങൾക്കൊക്കെ ബി ഉണ്ണികൃഷ്ണൻ അത്തരം ബൈറ്റ് കൊടുക്കുക വരെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോഴാണ് നമ്മൾ സാന്ദ്രയെ വിളിക്കുന്നത്. സാന്ദ്ര ഇത് തള്ളിക്കളയുകയും ചെയ്യുന്നത്. അതായത് പല കേസുകൾ ഇതുമായി താരതമ്യപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഇതിനു മുൻപ് ഹേമ കമ്മിറ്റിക്ക് ശേഷം വന്ന പല കേസുകളിലും ഉണ്ടായത് ചർച്ച നടക്കുകയാണ്, അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു ധാരണ സിദ്ദിഖിന്റെ വിഷയത്തിലടക്കം രഞ്ജിത്തിന്റെ വിഷയത്തിലടക്കം എല്ലാം ഉണ്ടായിരുന്നു. അതേ ഒരു ടാക്ടിക്സ് ഇത്തവണയും പ്രയോഗിക്കുന്നു. ഇനി ഒരു കേസുമായിട്ടൊന്നും അപ്പുറത്ത് നിൽക്കുന്ന ആൾ മുന്നോട്ട് പോവുകയില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പടർത്താനുള്ള ഒരു നീക്കം, അതൊരു തന്ത്രപരമായിട്ട് സിനിമാ മേഖലയിലെ പ്രമുഖർ ഉപയോഗിച്ച് വരുന്ന ഒരു ടാക്ടിക്സ് ആണ്. അത് തന്നെ ഇവിടെയും നടക്കുന്നു എന്നുകൂടി വിലയിരുത്തിക്കൊണ്ട് വേണം ഈ കേസിനെ കാണാൻ, അല്ലേ? അത് തീർച്ചയായും അവർ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് എപ്പോഴും പറയുന്നൊരു കാരണം ഇത് ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം പരാതികളെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നത് അത് കഴിഞ്ഞ ഇഷ്യൂ ആണ്, അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതാണ്, അങ്ങനെ ഒരു വിഷയമില്ല, മാധ്യമങ്ങൾ വിഷയം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ണിൽ പൊടിയിടുമ്പോഴും ഈ വിഷയങ്ങളൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്ന് പിന്നീട് അതിൽ നിന്ന് വരുന്ന ആ പ്രതികരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ വലിയ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പോലും മലയാള സിനിമയ്ക്കകത്ത് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് എന്ന് പറയും. അത് മാത്രവുമല്ല, അതിനൊരു പൊതു സമവാക്യത്തിൽ കൂടി അവർ നിർവചിക്കുകയും ചെയ്തു. ഇത് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അതായത് സിനിമാ മേഖലയെ തകർക്കാൻ ശ്രമിക്കരുത്, അങ്ങനെയെല്ലാം തന്നെ പറഞ്ഞു അതിനൊരു പൊതു വ്യാഖ്യാനവും വിശദീകരണവും നൽകാനാണ് പലപ്പോഴും ശ്രമിക്കുക എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ കൂടെ നിർത്തുന്നതും ഇത്തരം പരാതിയുള്ളവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതും ഈ ഒരു നിർവചനത്തിന്റെ പേരിൽ തന്നെയാണ്. ഇത് നമ്മുടെ എല്ലാം തന്നെ ചോറാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം പലപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ ചർച്ചകളിലേക്ക് വലിയ പല ആളുകളും തന്നെ ഇൻവിസിബിൾ ആയിട്ട് കടന്നു വരാറുമുണ്ട് എന്നതും നമ്മൾ മറന്നുകൂടാ. അവരുടെ കൂടി ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊതു തീരുമാനം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും